ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹൂദനല്ലാത്തവൻ എങ്ങനെ ദൈവജനമാകും? ശരിക്കും ലോകത്തിൽ നമ്മളിന്ന് നോക്കുമ്പോൾ യഹൂദനെ ദൈവത്തിൻ്റെ ജനമെന്നാണ് ലോകം മുഴുവൻ വിളിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത യഹൂദൻ്റെ ജീവിതത്തിൽ നെടുനീളം കാണാനുമുണ്ട്. അവൻ ലോകത്തിലെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയാണ്. ആയുധ കാര്യത്തിൽ അവൻ ശക്തനാണ്. അവനെ ഒരു തരത്തിലും തോൽപ്പിക്കാനോ ഒന്നും ശാശ്വതമായിട്ട് നശിപ്പിക്കാനോ ഒന്നും ആർക്കും കഴിയുകയില്ല. അഥവാ ഇനി അവൻ തോക്കുന്നിടത്തൊക്കെ അത്ഭുതകരമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഓർമ്മശക്തിയുടെ കാര്യത്തിൽ, ബുദ്ധിയുടെ കാര്യത്തിൽ, കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ, തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഒന്നും യഹൂദൻ ലോക ജനതയിൽ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്നവനാണ്. ഇവനെ ദൈവജനമായിട്ട് ദൈവം വിളിച്ചു എന്ന് ബൈബിളിൽ ഉടനീളം നമ്മൾ പറയുന്നു. ഇനി യഹൂദൻ അല്ലാത്തവൻ എങ്ങനെ ദൈവജനമാകും എന്ന് നമുക്ക് നോക്കാം. അതിന് ഒരു വാക്യം കിടക്കുന്നത് റോമാലേഖനത്തിലാണ്. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. അത് 1:16. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആദ്യം യഹൂദനും പിന്നെ യഹൂദേതരനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്താലാണ്, സുവിശേഷത്തിൻ്റെ അനുസരണത്തിലൂടെയാണ് ഒരുത്തൻ, യഹൂദനല്ലാത്ത ഒരുത്തന് ദൈവജനമാകാൻ കഴിയുന്നത്. അപ്പോൾ ചോദ്യം, സുവിശേഷം എന്താണ്? പലരും സുവിശേഷം പറയാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ സുവിശേഷം എന്താണ്? അതിന് ഇംഗ്ലീഷ് വാക്ക് കിടക്കുന്നത് ഗോസ്പൽ എന്നാണ്. ഗോസ്പൽ എന്നതിൻ്റെ അർത്ഥമാണ് സുവിശേഷം. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാഡ് ടൈഡിങ്സ് എന്നൊക്കെ അതിന് ഡിക്ഷണറിക്കകത്ത് അർത്ഥം കിടപ്പുണ്ട്. ഗ്ലാഡ് ടൈഡിങ്സ്, സന്തോഷകരമായ, ആനന്ദകരമായ, സന്തുഷ്ടകരമായ, പ്രസന്നകരമായ വാർത്ത. ഗ്ലാഡെന്നുള്ളതിൻ്റെ അർത്ഥങ്ങളായി പറഞ്ഞതൊക്കെ സന്തോഷകരമായ, ആനന്ദകരമായ, സന്തുഷ്ടകരമായ, പ്രസന്നകരമായ. ടൈഡിങ്സ് എന്ന് പറഞ്ഞാൽ സന്ദേശം, വാർത്ത, ഗുഡ് ന്യൂസ്. അതിൻ്റെ വേറൊരർത്ഥമാണ് ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുക്രിസ്തു കാണിച്ചു തന്നത്, ശുഭവാർത്ത, നല്ല വാർത്ത. ഇതൊക്കെയാണ് ഈ വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം. ഇനി ഇത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ലോകത്തിലുള്ള സകല മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിന് അവൻ പരിഹാരം ചെയ്യണമെന്നാണ്. ഏതെങ്കിലും വിധത്തിൽ അവൻ പരിഹാരം ചെയ്യണം. ലോകത്തിലുള്ള സകല മതങ്ങളും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ സുവിശേഷം പറയുന്നു, യേശുക്രിസ്തുവിലും അവൻ്റെ കാൽവരി യാഗത്തിലും വിശ്വസിക്കുന്ന, ഏറ്റുപറയുന്ന ഒരുവനെ ദൈവം നീതിമാനായി കാണുന്നു എന്ന് മാത്രമല്ല, ഇത് തികച്ചും സൗജന്യവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആനന്ദകരമായൊരു വാർത്തയാണ്, സന്തോഷകരമായൊരു വാർത്തയാണ്, സന്തുഷ്ടമായ വാർത്തയാണ്. ഇതൊരു ശുഭവാർത്തയാണ്, നല്ല വാർത്തയാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ പഠിപ്പിക്കലുകൾ, ടീച്ചിങ്സ് ജനത്തിനെ അറിയിക്കുക. മർക്കോസ് സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 15 മുതൽ യേശുക്രിസ്തു പറഞ്ഞു, അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകളിൽ സംസാരിക്കും, പാമ്പുകളെ കൈകളിലെടുക്കും, മാരകമായ വിഷം കുടിച്ചാൽ അതവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇത് ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ്. ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കണം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഇത് കിടപ്പുണ്ട്. 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യേശു അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ, ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു മറിയത്തിൻ്റെ മകനായി മനുഷ്യ അവതാരം ചെയ്ത് ഭൂമിയിൽ വന്നു. 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നു. 30 വർഷം പരസ്യ ശുശ്രൂഷകളൊന്നും ചെയ്തില്ല.
എന്നാൽ അവസാനത്തെ 3.5 വർഷം തൻ്റെ സ്നാനത്തിന് ശേഷം താൻ പരസ്യ ശുശ്രൂഷകൾ ചെയ്തു. അവൻ പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ എഴുതി വച്ചിരുന്ന വചനങ്ങളൊക്കെ അതിൻ്റെ തെളിമയോടുകൂടി ഈ പുതിയ നിയമ വ്യവസ്ഥക്കാലത്ത് അവൻ പഠിപ്പിച്ചു. 3.5 വർഷക്കാലം അവൻ ശക്തിയോടെ ദൈവരാജ്യം പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ അവൻ പഠിപ്പിച്ചു. മലയിലെ പ്രസംഗങ്ങളൊക്കെ അവൻ്റെ നീതിമൊഴികളായിരുന്നു. അത് ശക്തിയോടെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു. പിന്നീട് ന്യായപ്രമാണം എന്ന നിയമം അനുശാസിക്കുന്ന സകല പരിഹാരങ്ങളും, ന്യായപ്രമാണം പറയുന്നതാ ഒരുത്തൻ കുറ്റം ചെയ്താൽ അവനെ കമത്തിക്കിടത്തി 39 അടി അവന് കൊടുക്കണം, 39 കൂടുതൽ കൊടുക്കരുത്. വചനം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത് കമത്തിക്കിടത്തി കോല് കൊണ്ടടിക്കണം എന്നാണ്. പക്ഷേ യേശു ക്രിസ്തു 39 അടി ചാട്ടവാറിനാണ് കൊണ്ടത്, ചാട്ടവാറിന്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന സകല പാപങ്ങൾക്കുമുള്ള പരിഹാരം, സകല അവയവങ്ങളും കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചെയ്ത ശേഷം അവൻ കാൽവരിയിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗാരോഹണം ചെയ്തു, അവൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. ഈ പരിശുദ്ധാത്മാവ് പന്തക്കുസ്താ നാളിൽ മർക്കോസിൻ്റെ വീടിൻ്റെ തട്ടുംപുറത്ത് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മേലേക്ക് പിളർന്ന അഗ്നിനാവ് പോലെ വന്നു നിറഞ്ഞു. അവർ ശക്തിപ്പെട്ടു. അവർ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടവർ യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരായിരുന്ന ആളുകൾ പരിശുദ്ധാത്മാവെന്ന ദാനമെന്ന് പറയുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ തക്കവണ്ണം ദൈവജനമാകുന്നതിന്, കൊരിന്ത്യർ ലേഖനം പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ ജനമായി അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദനെ മാത്രം കണ്ടിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉള്ളത്തിൽ വന്ന് വസിക്കുവാൻ, വിശ്വസിക്കുന്നവരുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറ്റുവാൻ ദൈവത്തിന് കൃപ തോന്നിയത് ഈ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പദ്ധതികൾ, അതായത് മത്തായി സുവിശേഷം മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷങ്ങളിലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലും ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാനിരിക്കുന്നതിൻ്റെ വെളിപ്പാട് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ചേർന്ന് ദേശം മുഴുവൻ പഠിപ്പിക്കുകയും അതിൽ പ്രധാനമായി യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്ങുകളും അവൻ്റെ കാൽവരി മരണവും അതിൻ്റെ ഉദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുവൻ അത് ഗ്രഹിക്കുകയും താനായിരിക്കുന്ന പിന്തുടരുന്ന തെറ്റുകളിൽ നിന്ന് മാനസാന്തരപ്പെടുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് ആരാധിച്ച് അപ്പം മുറിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ യഹൂദനെ പോലെയോ അതിലുപരിയായും ദൈവം അവനെയും തൻ്റെ മകനായി ദൈവജനമായി കാണുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. തന്നെയുമല്ല, ആ വ്യവസ്ഥയിൽ ദൈവം അവൻ്റെ ഉള്ളിലും വസിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം. ആയതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ആലയമായി എൻ്റെ ശരീരത്തെ തിരഞ്ഞെടുത്ത സ്വർഗീയ പദ്ധതികൾക്കായി സ്തോത്രം. കാൽവരി യാഗത്തിലൂടെ അതിന് എന്നെ യോഗ്യനാക്കിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ കർത്താവ്, ഈ ശ്രോതാക്കൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ ആലയമായി മാറേണ്ടതിന്, ദേവാലയമായി മാറേണ്ടതിന് അവർക്ക് പൂർണ്ണമായ വെളിപ്പാടുകൾ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിലൂടെ ദൈവം അവരെ നീതീകരിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.